നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു TV സീരീസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ ശരിക്കും നടന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ പേരെന്ന് വെച്ചാൽ ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് എന്നാണ്. അത് ആ ഒരു TV സീരീസ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നിനും എന്താ പറയുക, ഒരു കെട്ടിച്ചമച്ചതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പേരാണെങ്കിൽ പോലും അന്ന് ആ കൊലപാതകം നടത്തിയ ആളുടെ പേര് തന്നെയാണ് ഈ TV സീരീസിലെ കഥാപാത്രങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. ഇപ്പം ശിവരാസനാണെങ്കിലും ശുഭയാണെങ്കിലും നളിനി ആണെങ്കിലും എല്ലാവർക്കും കൃത്യമായിട്ടുള്ള പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സിനിമയെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ചെയ്യുമ്പം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം യഥാർത്ഥ പേരും കഥാപാത്രത്തിൻ്റെ പേരും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണും, എന്നാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ എല്ലാം ഒറിജിനലായിട്ടുള്ള പേര് തന്നെയാണ് അവർ കഥാപാത്രങ്ങൾക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വെബ് സീരീസ് കണ്ട് ഇടയ്ക്ക് വെച്ചൊക്കെ തന്നെ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതിൻ്റെ അന്ന് ക്രൈം നടത്തിയ ആളുകളെയൊക്കെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് തരാം. എനിക്ക് അതിൻ്റെ അകത്ത് വളരെ റിയലിസ്റ്റിക്കായിട്ട് തോന്നിയിട്ടുള്ളത് ഈ വില്ലൻ കഥാപാത്രമായ ശിവരാസൻ്റെ രൂപമാണ്. ആ ഒറ്റക്കണ്ണും അയാളുടെ ആ മീശയും മുടിയൊക്കെ വളരെ എന്താ പറയുക, യഥാർത്ഥ ആളും കഥാപാത്രവും തമ്മിൽ നല്ല ഒരു സാമ്യം ഉണ്ട്. ഇതൊരു ഹിന്ദി വെബ് സീരീസാണ്. ഇത് മലയാളത്തിലും തമിഴും തെലുങ്കിലൊക്കെ ഉണ്ട്. ഇതിലെ മറ്റു നടന്മാരെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല, ഹിന്ദി വെബ് സീരീസ് ആയതുകൊണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എൻ്റെ ഒരു ഇത് പറയുമ്പം, ഒരിക്കലും ഇത് കണ്ടുകൊണ്ട് ഇരിക്കുമ്പം നമുക്ക് ബോറടിക്കത്തില്ല. അത്രയും എന്താ പറയുക, വളരെ രസത്തോടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. ഒരിക്കലും ഒരു മടുപ്പ് നമുക്ക് അനുഭവപ്പെടത്തില്ല. ഇപ്പം രാജീവ് ഗാന്ധിയെ കൊല്ലാൻ പോകുന്ന ഒരു പ്ലാനിങ്ങും, അതുപോലെ തന്നെ ആരാണ് ഇവരെ അയക്കുന്നതും, പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും, പിന്നെ എനിക്കതിൽ ഏറ്റവും കൂടുതലും ഇഷ്ടം എന്താ പറയുക, കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കൂടുതലും തോന്നിയത് ഈ വില്ലന്മാരുടെ ഈ നാട് വിട്ടുപോകുന്നതൊക്കെയാണ്. ഈ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്ത്, അതേപോലെ തന്നെ പെട്ടെന്ന് അവർ ആ ഒരു സ്ഥലം വിട്ടു പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, വീണ്ടും വീണ്ടും കാണാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു 90 ഡേയ്സ് മിഷനാണ് ഈ TV സീരീസ് കാണിക്കുന്നത്. ഇത് സംഭവിച്ചിരിക്കുന്നത് 1991 മെയ് 21 അന്ന് നടന്നിട്ടുള്ള രാജീവ് ഗാന്ധി അസാസിനേഷനാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഇതിനെ പറ്റിയിട്ട് ബുക്ക് വരെ ഉണ്ട്. ഈ അനുരധ്യ മിത്ര എന്ന് പറഞ്ഞ ഒരാളുടെ ബുക്കുണ്ട്, 90 ഡേയ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമയുണ്ട്, മേജർ രവി സംവിധാനം ചെയ്ത മമ്മൂട്ടി ഉള്ള മിഷൻ 90 ഡേയ്സ്. അതിൻ്റെ അകത്ത് എനിക്കൊന്ന് ആ സിനിമ ഞാൻ അത്ര മുഴുവൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതുമായിട്ട് പണ്ട് എനിക്കറിയത്തില്ല, അത് ഈ ദ ഹണ്ട് എന്ന് പറഞ്ഞ ഈ TV സീരീസിന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വന്നിരിക്കുന്നത്, ഈ മമ്മൂട്ടിയുടെ മൂവി കാണുന്നത്. അതിനേക്കാൾ കൂടുതലും എന്താ പറയുക, വ്യക്തമായിട്ടാണ് ഈ ഹണ്ട് എന്ന് പറഞ്ഞ സീരീസിനത് കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ LTT കുറിച്ചാണെങ്കിലും, അതുപോലെ തന്നെ അവരുടെ ബുക്കായ ദ സാറ്റനിക് ഫോഴ്സും അതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വ്യക്തമായിട്ട് പറയത്തില്ല, ആ ബുക്കിൻ്റെ ഇതും കുറിച്ച്, പിന്നെ LTTയിലെ അംഗങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനൊരു കൃത്യം ചെയ്തത് എന്നൊക്കെ ആ വെബ് സീരീസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഒരു വിശകലനമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. എനിക്കിങ്ങനെ ഈ സിനിമ റിവ്യൂസിനെ പോലെ വളരെ വ്യക്തമായിട്ട് എനിക്കൊന്നും പറയാൻ അങ്ങനെ അറിയത്തില്ല. ഞാൻ അങ്ങനെ പറയുന്ന ഒരു ആളുമല്ല. പക്ഷേ
ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സിനിമകളിലെ എന്താ പറയുക മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ഈ ക്രൈം മൂവീസ്, അതുപോലെ തന്നെ കുറ്റാന്വേഷണ മൂവീസുകൾ, വെബ് സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു 7 എപ്പിസോഡ്സ് ഉള്ള ഒരു TV സീരീസാണ് ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. അപ്പം നിങ്ങളത് എന്താ പറയുക, കാണാൻ നിങ്ങൾ ശ്രമിക്കുക. എങ്ങനെയാണത് നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഇഷ്ടമുള്ള ആളുകൾ ഈ TV സീരീസ് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇങ്ങനെ മൂവി റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും വളരെ ഇതായിട്ട് പറയാനായിട്ടുള്ളൊരു കഴിവ് എനിക്കില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ വിട്ടും മുക്കിയും മൂളിയൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഇത് എന്താ പറയുക, ഒരിക്കലും നമ്മളെ മടുപ്പ് നൽകത്തില്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. വളരെ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് തന്നെയാണ്. ഇത് ഹിന്ദി ആയതുകൊണ്ട് എനിക്കിതിൽ നമ്മുടെ മലയാളത്തിൽ ഈ ഒരു നടൻ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുന്നവർ ഈ വെബ് സീരീസ് കാണാനായിട്ട് ശ്രമിക്കുക. ഇത് സോണി ലീവിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇനി അടുത്ത ദിവസം നമുക്ക് വേറൊരു കഥയുമായിട്ട് നമുക്ക് വരാം. അപ്പോൾ അതുവരെ ബായ്.